ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കിറങ്ങി നിൽക്കുകയാണെന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രി എനിക്ക് കണ്ണൂരൊരു ഷൂട്ട് ഉണ്ടായിനി. അപ്പോൾ അത് ഇന്ന് മോർണിംഗുള്ള ഷൂട്ടായിനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മോർണിംഗ് ഷൂട്ടാക്കാണ്ട് രാത്രി തന്നെ പോയി. രാത്രി ഇവിടുന്ന് നമ്മളൊരു 8 മണിക്ക് പോയി, ഒരു 8:30 പോയി 11:30-12 മണിക്ക് കണ്ണൂരെത്തി. 2-2:30 മണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, 2 മണിൻ്റെ ഉള്ളിൽ നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് 5:30-6 മണിക്ക് സുബേഷ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്, നമ്മളെ വീട്ടിലെത്തുന്നത്. അപ്പം അത് കഴിഞ്ഞ് വെറും ഒരു 4 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് 10:30 നീച്ച് ഇപ്പോൾ 11:45 നമ്മൾ പോവാണ്. അപ്പം സൗണ്ട് ഉണ്ടാക്കി. അപ്പം എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാരുണ്ട്, ചില ആൾക്കാരുണ്ട് തീരെ സമയമില്ലല്ലേ നമ്മളങ്ങനെ കളിയാക്കുന്ന ആൾക്കാർ. അതായത് എന്താ ഇപ്പം ഓക്കെ. അപ്പം ഈ ചില ആൾക്കാരുണ്ട്, അതായത് ഇപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്ത് തരാത്തിന്, ഇപ്പോൾ ഈ മറ്റേ പൂരപ്പറമ്പിൽ നടക്കുന്ന പരിപാടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി, ഇപ്പോൾ കോളേജിൻ്റെ എന്തെങ്കിലും ഉദ്ഘാടനത്തിൻ്റെ ഇതിൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് തരും, അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് തരും. എന്നിട്ട് ഇവല് നമ്മളോട് പറയും, നിങ്ങൾക്കൊരു സമയം കിട്ടില്ല, അത് കിട്ടില്ല, ഇത് കിട്ടില്ല. എന്നിട്ട് ഇവർക്ക് തിരക്കാവും. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ജീവിത രീതി വരുന്നത്. ഇവിടുന്ന് നീച്ച് കടക്കപ്പായിന്ന് നീച്ച് ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് ഈ വണ്ടിയിലുള്ള ആൾക്കാർ കയറിയാണ്ട് ഇപ്പോൾ അടുത്ത പണിക്ക് നമ്മൾ പോണത്. അപ്പം നമ്മൾ പാടിയിട്ടുള്ള മൂവി ആയിട്ടുള്ള മൂൺ വാക്കിൻ്റെ ടീമിന്ന് എന്തുണ്ട് വരുന്നുണ്ട് നിന്നോട് പറഞ്ഞിരിക്കണ്, വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പെരിന്തൽമണ്ണക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് 50 പേർക്ക് ഫ്രീ സിനിമ ടിക്കറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അജ്വദ് അവറുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. ഇനി ബാക്കി ഓൺ ദ വേയിൽ പറയാം. എന്തേ ടീം ഫുള്ള് വരുന്നുണ്ടോ? അഭിനയിച്ച ആൾക്കാർ പോരണോ? ഔട്ടായി കണ്ടിട്ടായി. എനിക്ക് കറക്റ്റ് മാച്ചാ. അപ്പം ഇതിൽ അഭിനയിച്ച ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അജ്വദിൻ്റെ കയ്യിൽ കുറച്ച് ബുക്കും പേപ്പറൊക്കെ കാണാം. അത് വണ്ടീൻ്റെ ബുക്കും പേപ്പറും അല്ല, ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥ തന്നെ ഉണ്ട്. നിഹാലിനും ഒരുപാട് കഥകൾ പറയണ്ട. അപ്പോൾ ഇനി കഥ പറഞ്ഞു നിന്നാൽ സിനിമ കഴിയും. അപ്പം പോവാം. അസ്സലാമു അലൈക്കും. കേറടാ. പോട്ടെ. അസ്സലാമു അലൈക്കും. കട്ട് ചെയ്യല്ല, ഞാൻ പറയേ അത് മറ്റേ റബ്ബർ കായി ഇതായതാ. അപ്പം അജ്വദിനെ 2 ദിവസം മുന്നേ മോട്ടറാക്കി കണ്ട് നിഹാൽ എന്ത് ചെയ്തിരുന്നു, പൊന്നാനിലേക്ക് കൊണ്ടുവരുന്നു. അജ്വദിനോട് പറഞ്ഞു, അജ്വദേ, പൊന്നാനിയുടെ ഗ്രാമഭംഗി നീ ആസ്വദിക്കേണ്ട ഭംഗി തന്നെയാണ്, കർമ്മ റോഡിൻ്റെ ഭംഗി നീ ആസ്വദിക്കേണ്ട തരത്തിലുള്ള ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അജ്വദിനെ അങ്ങോട്ട് ഡിസ്കാക്കി. അപ്പോൾ അജ്വദൻ തന്നെ എന്നാൽ പൊന്നാനിൻ്റെ ഗ്രാമഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോയിട്ട് ഇവരോട് ഞാൻ ഇന്നലെ അരീക്കോട്ടേക്ക് ഒരു 8 മണിക്ക് എത്താൻ പറഞ്ഞു, നീ കണ്ണൂർ പോവാൻ. അപ്പണ്ട് ഞാൻ ഒരു 6-6:30 ആയപ്പോൾ വിളിച്ചപ്പം അജ്വദ് പറയാണ് 18% ചാർജ് ആയിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അജ്വദിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരി വൈകാണ്ട് അജ്വദിൻ്റെ കറണ്ട് വണ്ടി വന്നിരിക്കണേ. അപ്പോൾ ഇനി പെട്രോൾ അടിച്ചിട്ടോ ഡീസൽ അടിച്ചിട്ടോ കാര്യമില്ല, ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ നിഹാൽ, എന്താണ് അജ്വദിൻ്റെ കറണ്ട് വണ്ടിക്ക് ഇന്നലെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് ഇതിൽ പറയൂ. സ്വിച്ച് ബോർഡൊക്കെ കത്തിപ്പോയി ഇവന്റെ വണ്ടി കുത്തിയിട്ട്. ആദ്യം ഒരു 3 ഫ്യൂസ് ഉണ്ട്, അങ്ങനെന്താണ് കണക്ക്. അപ്പൊ ആദ്യത്തെ ഫ്യൂസിന്റെ അണ്ടറിലുള്ള ഒരു സോക്കറ്റ് പോയി കുത്തി, എന്നിട്ട് ഇടക്കിടക്ക് ഫ്യൂസ് ഇങ്ങനെ ഓഫ് ആവാ. മൊത്തത്തില് വോൾട്ടേജ് ഇല്ല, അവിടെ കമ്മിയായിരുന്നു ആ ടൈമിൽ നമ്മൾ കുത്തിവെച്ച്. എന്റെ വണ്ടി വീടിന് ആവശ്യമുള്ള മൊത്തം വോൾട്ടേജ് എടുക്കണേ. അത് ശരി. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ കുത്തിയപ്പത്തിന് രാത്രി ആയപ്പോ കുറച്ചിങ്ങനെ സ്മെല്ലടിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോ ഇങ്ങനെ കത്തണ്, പുക വരുന്നു, സോക്കറ്റിൽ കൂടെ ഇങ്ങനെ പുക വരിക. എന്നിട്ട് ഞാൻ എന്നിട്ട് നേരെ ഊരി അവിടെ നിന്ന് മാറ്റി. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? വണ്ടിക്ക് എന്താ ആളപായുണ്ടോ? ഒരു കുഴപ്പമില്ല, സേഫാ. സേഫാ.
ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂല എന്നുള്ളതാണ് കറണ്ട് വണ്ടികളുടെ ഒരു ഡിമാർക്ക് വരുന്നത്. അത് ചിലപ്പോൾ ഒരു ഡിമാർക്കല്ല, കറക്റ്റ് ചാർജ് എത്തിച്ച് യൂസ് ചെയ്ത് വെച്ചാൽ അതിന് പറ്റുകയും ചെയ്യും. അപ്പോൾ അജ്വദ് അവർക്ക് ഞാൻ ഇന്നലെ ഒരു പണി കൊടുത്തിരുന്നു. എന്താണ് അജ്വദിന് ഞാൻ തന്ന ജോബ്? അജ്വദേ എന്താ പറയ്, എന്താണ് ഞാൻ തന്ന ജോബ്? ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ മറ്റേ സിനിമ ഏത് മൂൺ വാക്ക് നമ്മള് ഒരു 50 ടിക്കറ്റ് ഫ്രീ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിൽ 50 ആൾക്കാരെ സോർട്ട് ചെയ്തെടുക്കാന്നുള്ള പണിയാണ് എനിക്ക് അനു വന്നിട്ടുള്ളത്. ഇത്രയും ആൾക്കാരെ സോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ അജ്വദിന്റെ അക്കൗണ്ടിലേക്ക് എത്ര 11,000 മെസ്സേജ് എത്ര വന്ന്? എനിക്ക് നല്ല സ്റ്റിക്കർ ടാപ്പ് ഉണ്ട് അല്ലേ? ഞാൻ ആദ്യം വന്ന മെസ്സേജ് എടുത്തില്ല, അതുപോലെ മാത്രം എടുത്ത് നോക്കിയുള്ളൂ. കുറേ ഉണ്ട് നോക്കാനാണെങ്കിൽ. ഓക്കെ. അപ്പൊ 50 പേർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണോടത്ത് അജ്വദിന്റെ അക്കൗണ്ടിലേക്ക് മാത്രം വന്നത് 11,000 ആളുകൾ ഫ്രീ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അജ്വദിന് പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിൽ പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തുള്ള പട്ടാമ്പിക്കാർ, അവിടെ ഉള്ളവർ, ഇവിടെ ഉള്ളവർ, ഇങ്ങോട്ടുള്ളവരൊക്കെ ഉണ്ടാവും, വണ്ടൂരുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അജ്വദിന് ഇതിൽ സാങ്ഷൻ കിട്ടിയിട്ടുള്ളത് 50 പേർക്കുള്ള ലിസ്റ്റ് കൊടുക്കാനാണ്. അജ്വദ് 50 പേർ ലിസ്റ്റ് തയ്യാറാക്കിയോ? എല്ലാം തയ്യാറാക്കി. അപ്പം ഇന്നലെ ഞാനും ജിംഷാവും നേരം വൈകിച്ചതിന് കാരണം എന്താ വെച്ചാൽ ചോദിച്ചാൽ, ഞങ്ങൾ നേരം വൈകി ഉറങ്ങാൻ കാരണം ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് എത്താൻ നേരം വൈകിന്, ഷൂട്ട് കഴിഞ്ഞ്. പക്ഷെ യാതൊരു കാരണങ്ങളും ഇല്ലാതെ നൈറ്റ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും ഇന്നലെ പൊന്നാനിന്ന് പോരുന്ന സമയം 4:45 കർമ്മ ബീച്ചിൽ പത്തലും ഒറോട്ടിയും കർമ്മ റോട്ടിൽ ഒറോട്ടിയും പത്തലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അജ്വദിനെ മോട്ടറാക്കി കൊണ്ടുപോയതാണ്. എന്നിട്ട് സാധാ ടയർ പത്ത് ബീഫും ഞാൻ പോയിക്കണേ. എന്താ അവിടെ എത്ര വൈബ്? അവിടെ ഇതുണ്ട്, മനുഷ്യന്മാരുണ്ടെന്നോ? മനുഷ്യന്മാരെല്ലാം ഉണ്ടല്ലോ. സ്നേഹമുള്ള നാട് തന്നെയാണ് അത്. ശരി, അറിയാത്ത ആൾക്കാർ വന്നിട്ട് അജ്വദിന് എന്താ വെച്ചാൽ അറിയാത്ത ആൾക്കാരുടെ അടുത്ത്, അൺനോൺ പീപ്പിൾസിന്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു സ്നേഹം അജ്വദ് എപ്പോഴും ട്രഷർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ്. ഒരുപാട് സ്നേഹവും തലോടലുകളുമാണ് അജ്വദ് ഇതിനോടകം പൊന്നാനി ഭാഗത്ത് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. നിഹാൽ, അജ്വദിന് ഫാൻസ് എങ്ങനെയാണ് അജ്വദിന് ഫാൻസ് ഡീൽ ചെയ്തത്? അപ്പം ഒരുപാട് നിഹാൽക്ക ഫാൻസ് ഉള്ള നാടാണ് പൊന്നാനിട്ട. അതുപോലെ തന്നെ അജ്വദിനെയും ഇന്നലെ ചെന്നപ്പോൾ ആൾക്കാരാകെ ഒറോട്ടപ്പത്തിലും മറ്റേ ടയർ പത്തില് അജ്വദിന്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് സ്നേഹം പൊന്നാനിക്കാർ കാണിച്ചു എന്നാണ് അജ്വദ് പറഞ്ഞത്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ടാ, ഞാനത് വെച്ചാൽ പൊന്നാനി വരുന്ന ടൈമിൽ ഒരു ടൈമിൽ എല്ലാ ടൈമിലും ഞാൻ വരുന്ന ബിസി ആയിട്ടുള്ള ടൈമാവും. ഇപ്പം നിയാലിനെ കൊണ്ടുപോയ ടൈമിലും എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാണ്ട് ഞാൻ വെറുതെ വരില്ല അജ്വദിൻ്റെ പോലെ. അപ്പം ആ പരിപാടി കഴിഞ്ഞ് ഞാൻ 4:30 5 മണിക്കും കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 6 മണിക്ക് വെച്ചാണ്ട് ടയർ പത്തിലും ബീഫും തിന്നാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ആയിക്കോട്ടെ നിങ്ങളൊരു നാടും. അപ്പം മുട്ടപ്പത്തിരിയും ടയറും മുട്ടപ്പത്തിരിയും ബീഫും തിന്നാനുള്ള ഒരു മൂഡിലാവില്ല ഞാൻ ഉണ്ടാവില്ല. അപ്പം എനിക്ക് അതെന്ത് ചെയ്തിക്കണ്, ഒരു കഴിഞ്ഞ 2-3 പ്രാവശ്യം പോയ ടൈമിലും മുട്ടപ്പത്തിരി ബീഫൊക്കെ നമുക്ക് മിസ് ചെയ്തിക്കണ്. അപ്പം ഇൻഷാ അല്ലാ പൊന്നാനിയിലേക്ക് ഞങ്ങളൊരു വരവ് വരുന്നതായിരിക്കും. അതൊരു 1.5 വരവായിരിക്കും കുട്ടാ. എന്തൊക്കെ പറഞ്ഞ ഇൻഷാ അല്ലാ വരും. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വല്ല കർമ്മ റോഡ് സംഭവം എനിക്ക് ഇഷ്ടമാട്ടോ. നല്ല ഏരിയയാണ്, രസമല്ല. നമ്മളെ നാടിനൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ഏരിയയാണ് ആ നാട്ടിനുള്ളത്. അവിടെയാ പ്രകൃതി രമണീയമായ ബോട്ടുകളും സംഭവങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും, ഡെസേർട്ട്, ബിരിയാണിക്ക് ബിരിയാണി, ചായക്ക് ചായ, ചോറിന് ചോറ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഏരിയ കണക്കിന് വികസിച്ച് കിടക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് കർമ്മ ബീച്ച്. കർമ്മ റോഡ്. അപ്പം എന്താണ്, അപ്പോൾ ഞാൻ പാലപ്പെട്ടി ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബീച്ചസ് ആണ് പാലപ്പെട്ടി ബീച്ച്. കാരണം നമ്മൾ ഇൻസാനിലെ ഷൂട്ട് ചെയ്തത് പാലപ്പെട്ടി ബീച്ചിൽ നിന്നാണ്. വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ബീച്ചസ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാലപ്പെട്ടി ബീച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഡോൾഫിനെ കണ്ടെന്ന് പാലപ്പെട്ടി ബീച്ചിൽ പോകേണ്ടവരൊക്കെ നിഹാലിനെ എന്ത് ചെയ്യാ, കോണ്ടാക്ട് ചെയ്യാ.
എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അല്ലേ വേണ്ട. പാലപ്പെട്ടി ബീച്ചും നിഹാലിന്റെ വീടും തമ്മിൽ ഒരുപാട് ദൂരത്തിന്റെ ക്രാഷ് വരുന്നുണ്ട്. ഒരു 50 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് പാലപ്പെട്ടി ബീച്ചും നിഹാലിന്റെ വീടും കിടക്കുന്നത്. അപ്പം അവിടെ പോകണ്ടേ എന്തായാലും എല്ലാവരും നിഹാലിനൊരു മെസ്സേജ് അയക്കുക, ബ്രോ നമ്മളിവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും നമ്മളിന്ന് മൂൺ വാക്ക് ക്രൂവിൻ്റെ കൂടെ ഓലെത്തുകയാണെങ്കിൽ ഓലെ കൂടെ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. അതല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫാൻസിൻ്റെ കൂടെ, നമ്മൾ ഫാൻസ് എന്ന് ഞാൻ പറയില്ല, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ സ്റ്റോറി ഇട്ടീനി. അതിനിപ്പം 10,000-2,000 ഷെയറും കുറേ ആൾക്കാർ ചിക്കട്ടാപ്പും ചെയ്ത് ഈ ചങ്ങായിനെ കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്തിരുന്നു. അജുവതിൻ്റെ കയ്യിൽ ഇപ്പോൾ ലിസ്റ്റ് കീറിയോ? അതെന്താ കീറി? ഓക്കെ. അപ്പോൾ ഒരുപാട് യുവമിഥുനങ്ങളുടെ നമ്പറുള്ള ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റില്ല എന്നാണ് അജുവത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി അർഷുവിനെ വിളിച്ചു നമ്മൾ ഇല്ലല്ലോ? അർഷുവിനെ വിളിച്ചാൽ പേടിയാ തീരാവും. അർഷു അർഷുവിന്റെ വൻ കോമഡി വരുന്നുണ്ട്. എല്ലാവരും കണ്ടോളി, എല്ലാവരും കാണണം അർഷുവിന്റെ ചാനലിലത്തെ പുതിയ വ്ളോഗ്. ആ വ്ളോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും മിസ്സാക്കരുത്, എന്തായാലും കണ്ടോണ്ടി. അർഷുവിനെ ഇപ്പൊ ഞങ്ങൾക്ക് വിളിക്കാൻ പേടിയാണ്. അത് സിനിമക്ക് പോയാലോ? നമ്മള് വരുന്നുണ്ട്. നമ്മളിപ്പോ മറ്റേ ഇവിടെ സ്ഥലം അമരമ്പലം പാലെത്തി. നജ്മണ്ട് അവിടെ. പൊളിച്ചു. കോളേജിൽ പോയില്ലേ? മാറ്റി നമ്മളാ പാലം കഴിഞ്ഞു. കുളിച്ചു മാറ്റാൻ നിൽക്കല്ലേ, ടൈമില്ല. അറിയും 1 മണിക്ക് സിനിമ അറിയും. 1 മണിക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, വരുന്ന വഴിക്ക് നമുക്ക് അർഷുവിനെ കയറ്റാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അർഷു അദ്ദേഹത്തിനെയും കയറ്റിയിട്ട് നമുക്ക് പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിയേറ്ററിലെത്തി. ശ്രീമാൻ അർഷു അവർകളെ നമ്മൾ വൈക്കണ്ട് കിട്ടിയിട്ടുണ്ടോ? അർഷു ആയി പേപ്പർ. അപ്പൊ അജുവതിട്ട ലിസ്റ്റാണ്. ബാ ഇറങ്ങി. നീയാലേ ഇറങ്ങിക്കോളി. ഇറങ്ങാനില്ല. ശ്രീമാൻ അർഷു അവർകൾ ബാ. പെരും ചൂട് കേട്ടോ. നാട്ടില് മഴ ആണെങ്കിൽ പെരും മഴ, ചൂടാണെങ്കിൽ പെരും ചൂട്. ബാ അജു, അത് ലിസ്റ്റ് വായിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. ബാ. ഹായ് ബ്രോ. ഹായ്. എപ്പത്തി സ്കൂളൊക്കെ കട്ടാക്കി പോന്നോ? അജു, ഇത് ലിസ്റ്റ് വായിച്ച ആളെ കയറ്റി. ബാ, ടിക്കറ്റ് ഞാൻ പോത്തല്ല. ഹായ്, ഞാൻ ടിക്കറ്റ് സെറ്റ് ആക്കട്ടെ ബ്രോ. സെക്കൻഡ്. ഈ നമ്പർക്ക് വിളിച്ചാൽ അജു. അതെ, ഹായ്. 464-000-0026 വിളിച്ചാ. ഹായ്, ഇപ്പോൾ തരാം ടിക്കറ്റ്. ജീവിതത്തെ ലിസ്റ്റ് തന്നെ. ഹലോ ഏട്ടാ, മൂൺ വാക്കിന്റെ 50 ടിക്കറ്റ് പറഞ്ഞിട്ടില്ലേനോ? അവിടേക്ക് വരാൻ വേണ്ടി ഞാൻ ഓക്കെ 50 ടിക്കറ്റ് പറഞ്ഞു. വാ, പോരാ കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് പോരാ. ടിക്കറ്റ് എടുത്തിട്ട് ഹായ്. ഓര് വരുന്നില്ലേ? അവരെത്തുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ ഞാനും നമ്മുടെ ലൈൻ ബോഡീസ് സന്തോഷ് ഭായിയുടെ. ഓക്കെ, കഴിയുമ്പോഴത്തേന് എത്തൂലേ? കഴിയുമ്പോൾ മുന്നേറ്റം നമ്മൾ പടം തീരുന്ന സമയത്ത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ. ഓക്കെ. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് എൻഡിൽ വന്നിരുന്നിട്ട്.
അജുവത് ലേഡീസ് കൗണ്ടറിന്റെ അവിടെ പോയി ടിക്കറ്റ്. അപ്പോ അജുവത് ചൂസ് ചെയ്ത ഇന്നത്തെ അതിഥികളാണ് ഈ കാണുന്നൊക്കെ കേട്ടോ. അടച്ചോനെ അപ്പോ പെരിയില് കട്ടാക്കി ഇറങ്ങിയതാണ്. പെരിയില് ഷോപ്പിങ്ങിനോ ബാക്ക് ടു സ്കൂളിനൊക്കെ ഇറങ്ങിയതാണ്. ഏതായാലും പണിയാവുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടിക്കറ്റ് അടിക്കേണ്ട 50 ടിക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് കാണാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇപ്പോൾ വരും. ഇപ്പോൾ തരാം കേട്ടോ. 15. ഓക്കെ. ഇതിലുണ്ടോ അജുവേ? ലിസ്റ്റിലുണ്ടോ? അത് ലിസ്റ്റ് നോക്കേ. ലിസ്റ്റിലില്ല. എങ്ങനെ നോക്കുന്നത്? ലിസ്റ്റൊക്കെ കജ്ജിന്ന് പോയിട്ടോ. പേര് എഴുതി വെച്ചൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആ കണക്ക് തെറ്റി. ഞാൻ ഇല്ലാത്ത വിളിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ. ആളെങ്ങാനും കൂടിയാലേ പ്രൊഡ്യൂസർ എന്റെ വലിയ കുടിച്ചുട്ടാ. ആള് വിടുവോ? 40 ടിക്കറ്റ് ആയിട്ടുണ്ട്. ഇതിലുണ്ടോ? ആദ്യം 15, ബാക്കി 40 ടിക്കറ്റ് എല്ലാം. ഇനി എത്ര പേര് കിട്ടാണ്ട്? ഇബിൽക്ക് വേണ്ടി വരില്ല. അല്ല, സീറ്റ് എടുത്തോളി, കുഴപ്പമില്ല. ടിക്കറ്റ് വേണ്ടി വരില്ല. സീറ്റ് എടുത്ത് കയറി കണ്ടാൽ മതി. വെരി ബ്രോ. ഹായ് ഹായ്. കിട്ടിയ ഹായ് ഹായ്. സോറി ഹായ് 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 ഹായ്. പടം തുടങ്ങി. നിങ്ങളിതിൽ ഓക്കെ. ഇതാ 4 ആള്. 1, 2, 3, 4, 5. എടാ പടം തുടങ്ങി. 6, 7. നിങ്ങൾ കിട്ടിയോ? ഹായ് ഹായ്. അല്ല, നമ്മളാൾക്ക് എത്ര ആളുള്ളത്? വരി. എന്നാ ബാബാ. എവിടെയാണ് പടം? ഇവിടെ അല്ലേ? പോരി. ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് ഇല്ല. പിടിക്ക്. വരി. എങ്ങനെ? എടാ നമ്മളെന്താ പറയാ, നമ്മള് ഉറങ്ങിയിട്ടില്ല മുത്തേ. സ്ക്രീൻ 4. ഇതാ ഓരോ അയിമ്പാളുണ്ടാവും ടോട്ടല്. എടാ വേങ്കറി. ചേട്ടാ വേമേ വിട്ടോളി. ടിക്കറ്റ് ഇടില്ല. ഓർമ്മ ഉണ്ട്. നസ്മി. ഓക്കെ. ഈ എങ്ങനെ പെരുന്തമണ്ണെത്തി? അവിടുന്ന് വരേ? കുന്നംകുളത്തുനിന്നോ? താങ്ക്സ് കേട്ടാ. ഒക്കണേ വാങ്ങിയരാ. എനിക്ക് വാങ്ങിയരാ. കണ്ടോളി. ഫസ്റ്റിന്റെ പാട്ടുണ്ട്. വേഗം കറിക്കോളി. ഇവർക്ക് വേഗം കൊടുക്കി. ആ ഫോട്ടോ ടിക്കറ്റ് കിട്ടിയോ? 4 ടിക്കറ്റ്. 1, 2. കുട്ടിയൊക്കെ വേണ്ട. കയറിക്കോളി. വേണ്ട. കയറിക്കോളി. ഏട്ടാ വേമേം കയറി കൊടുക്കോ. ഏട്ടാ വേഗം കയറി കൊടുക്കോ. ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും. കിട്ടിയോ? കിട്ടിയില്ലേ? വേഗം കയറി. അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കാം. വരി. കയറിക്കോളി. ഫോട്ടോ ഞാൻ പോവില്ല കൊടുക്കും. വരി. കയറിക്കോളി. ബാക്കത്തെ സീറ്റ് ഫുള്ള് നമ്മളതാ. കയറിക്കോളി. ടിക്കറ്റ് കയറി. ടിക്കറ്റ് വേറെ എടുത്താ? മെസ്സേജ് നോക്കണില്ല. ആര്? ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും വെറുതെ ആണല്ലോ കൊടുത്തത്. എന്തിന്? നീ കയറി. ഞങ്ങൾ തിരിച്ചു
നമ്മള് പുറത്താ. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഫുള്ള് വന്ന ആൾക്കാരാണ് ഗൈസ്. ചെക്കന്മാരെല്ലാവരും സിനിമ കണ്ടിരിക്കുകയാണ്. അർഷു 150 പോപ്കോൺ വാങ്ങിയപ്പോലെ അടി. പയ്യന്മാരൊക്കെ പ്രാക്ടീസിന് വരാറുണ്ടോ? ഒരു വിഷാദമില്ല. കണ്ടിടത്തോളം സാമ്പാറും പാവാങ്ങാണ്. എടാ ചെക്കന്മാരെ, അടുത്ത നടന്മാരുണ്ട്, അത് നിൽക്കണം എല്ലാവരും. ഫുള്ള് നടന്മാരാണ് അഭിനയിച്ച. അല്ലേ പാടി പാട്ടൊക്കെ പൊളിയല്ലേ? സോ അത് കേൾക്കണ്ടാവില്ല, അത് അൽക്കൊക്കെ എത്തണോ? എല്ലാരും നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണേ, എല്ലാരോടും പറയണേ കാണാൻ. നമുക്ക് നിങ്ങളൊക്കെയല്ലേ, ഞങ്ങള് പുതുമുഖങ്ങളായോണ്ട് ആൾക്കാരൊക്കെ കുറവാ. എല്ലാരും കാണും, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എല്ലാരും പുതിയ ആൾക്കാരാണ് ഞങ്ങള്. പുതിയ ആൾക്കാരായോണ്ട് ആൾക്കാർ വരുന്നതൊക്കെ കുറവായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സിനിമ കിട്ടുള്ളൂ. അതെ, സിനിമ തുടക്കം. എല്ലാവർക്കും സിനിമ ഇഷ്ടായ? സോ എല്ലാരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ഒക്കെ പുതിയ ആൾക്കാരാണ്, ഒക്കെ നമ്മളതേ പ്രായമുള്ള ആൾക്കാരാണ്. ഓലെ ഫസ്റ്റ് മൂവിയാണ്, എൻ്റെയും തന്നെ ഫസ്റ്റ് പാട്ട് പാടിയ പടമാണ്. സോ എല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ പറയാ, എല്ലാവരും പോയി കാണാനൊക്കെ പറയാ. താങ്ക് യു സോ മച്ച്. കുറച്ച് പാട്ടാണ് സെറ്റ് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തുനിന്നൊരു ബൈക്ക് എന്റർടൈൻമെന്റ് പേജിൽ എന്റർടൈൻമെന്റ് പേജിൽ ഓക്കെ 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 ഇരിക്കല്ല ഇരിക്കല്ല. ഹായ് ഹായ് ഹായ്. ഓക്കെ, മൂപ്പര് അല്ല നിങ്ങള് ഓക്കെ ഓക്കെ. നിനക്കിങ്ങനെ കണ്ടിരുന്നു. എനിക്കോട്ട് എന്തൊരു
അടിപൊളിയുള്ള പരിപാടിയിലാണ്. എടാ എല്ലാരും എടുത്തോളി കേക്ക് ആരും കുഴപ്പമില്ല എടുത്തോ. എത്ര ആൾ വരല്ല ഉണ്ട് സാധനമുണ്ട് കുറച്ച് എടുക്കി ഓരോ പീസ് എടുക്കി എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ സോ എല്ലാവരും കേക്ക് കഴിക്കുക. വൺസ് അഗൈൻ നമ്മുടെ ഈ കൊച്ചു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരോടും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ഇവരെല്ലാവരും കുറച്ച് ദിവസമായിട്ട് ഈ പ്രൊമോഷൻസിന്റെ ഓട്ടത്തിലാണ്. എന്നിട്ടും നമ്മുടെ റിക്വസ്റ്റിന്റെ ഒരു ഇതില് അവരിന്ന് രാവിലെ കൊച്ചിന്ന് വീഴുന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കാണാന്. സോ ഓർക്ക് എല്ലാവർക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വളരെ സ്വീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വളരെ അടിപൊളിയായിട്ടാണ് ഓരോരുത്തരും അഭിനയിച്ചത്. എല്ലാവരും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. സോ എല്ലാവരും അവർക്ക് നല്ലൊരു കൈയടി വിട്ടു എല്ലാവരും. സോ പിന്നെ എനിക്കിത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ഋഷിക്ക് അറിയാം ഞാൻ ഇത് എത്രത്തോളം കാലമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. എന്നാ വരെ ചോദിച്ചു. കാരണം ഇതിൽ 2 പാട്ടിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നു. അപ്പോൾ എൻ്റെ അതുപോലെ തന്നെ ഞാൻ പാടി വെച്ചിട്ട് റിലീസാവാണ്ട് നിന്നുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് പാട്ട് വന്ന സിനിമയാണ് ഓക്കിനാക്കാലം എന്നുള്ള. അത് ഒരു ഡ്രീം പോലുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഷാബാസ് അമൻ ഖാന്റെ കൂടെ പ്രശാന്ത് പിള്ളൈ സാറിന്റെ മ്യൂസിക്കിലാണ് അത് പാടാൻ പറ്റിയത്. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചത് ആക്ച്വലി നമ്മളെ ആൾക്കാർ ശരിക്കും ഞാൻ വിളിച്ച ആൾക്കാർ ആദ്യത്തെ 3 വരിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇന്ന് വന്നവരാണ്. ഈ തല വരെ ഫസ്റ്റ് സീറ്റ് വരെ ആൾക്കാരുണ്ടായിരുന്നു. സോ വൺസ് അഗൈൻ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. എല്ലാവരും കാണി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് വീണ്ടും അവരോടൊക്കെ പണം കാണാൻ പറയണം. താങ്ക് യു സോ മച്ച്. കേക്ക് കൊച്ചിയാണ്. എന്റെ പേര് പ്രേമാണ്. സുധീർ എന്ന് പറഞ്ഞ യാത്രയാണ്. നന്നായി ചെയ്തും തോന്നും. നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ തന്നെ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറയുക. എന്റെ പേര് അനുനാഥാണ്. ഞാനെങ്കിൽ ജയിപ്പ് എന്ന ക്യാരക്ടറാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഞാൻ കോഴിക്കോട്ടാണ്. അപ്പം ഇവിടെ കുറെ പേര് തിരുവനന്തപുരം ചാലക്കുടി ഒക്കെ ആയിരുന്നു നമ്മുടെ മൂവിയിൽ കാണിക്കുന്നത്. അപ്പം മലബാർ ഏരിയയിൽ നിന്ന് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പം തിരുവനന്തപുരം ലാംഗ്വേജ് എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് ഡാൻസ് ഒക്കെ പഠിച്ച് കുറെ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഈ വർക്ക്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരോടും പറയുക, സപ്പോർട്ട് ചെയ്യുക. കേക്ക് എടുത്ത് കഴിച്ചു മുത്തേ. എടുത്ത് കഴിച്ചോളി. കേക്ക് എടുത്തോളി വീഡിയോ എടുത്തിട്ടുണ്ട. കേക്ക് എടുത്തോളി. കേക്ക് എന്തേത് സുഖം. അപ്പൊ നമ്മളെ ബോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു വിജയത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവരോടും അതിനും മുകളിൽ പണത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണെങ്കിലും പെരുന്തൽമണ്ണ വിസ്മയുടെ വരാനും ഇവിടെ ഇവിടുത്തെ നല്ലവരായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കൂടെ എന്തും മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു വലിയ വിജയവും ഭാവി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി. ഇവിടെ കിട്ടിയ സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ക്രൗഡ് എല്ലാവരും വന്ന് നമ്മളോട് പറയുന്ന ഒരു ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ മൂൺ വാക്കിന് നമ്മൾ ജസ്റ്റ് തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ
അവരവസാനം ക്ലൈമാക്സ് കഴിയുമ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അവർ എന്തോ ഒരു അവരൊക്കെ ഡാൻസ് പഠിച്ച കുറേ ആൾക്കാരെ പോലെ ചില ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ വന്ന് പണ്ട് ഡാൻസ് ചെയ്ത ആൾക്കാരൊക്കെ പിന്നെ ഞാൻ മൂൺവാക്ക് ഇട്ട് എന്നൊക്കെ പറയും മൂൺവാക്ക് ചെയ്ത് കുറേ ഡാൻസൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അവരൊക്കെ ഡാൻസർ ആവുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും ഉള്ളിലുള്ള ഡാൻസറോ അല്ലെങ്കിൽ കലാകാരനൊക്കെ പുറത്തു വരാണ്. അത് ഭയങ്കര സന്തോഷം കാണുമ്പോൾ. പിന്നെ ഞാൻ ഇതേ പറഞ്ഞ പോലെ കോപ്പി പേസ്റ്റ് ആണ് ഈ എല്ലാവർക്കും കോപ്പി പേസ്റ്റ് എല്ലാവരും ഇതേപോലെ എന്നിറങ്ങി വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. അവസാനം നമുക്ക് തന്നെ അവരെ വിഷമിപ്പിക്കുകയാണോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ബ്രേക്ക് ഇടും, പിന്നെയും വിളിക്കും. അങ്ങനെ വിളിച്ച് അവസാനം സിനിമ ഇറങ്ങി. പക്ഷെ ഇറങ്ങിയപ്പോൾ ഇത്രയും നല്ലൊരു സാധനമാണെന്ന് ഞങ്ങൾക്ക് പോലും സത്യം പറഞ്ഞ ഒരു ഇതില്ലായിരുന്നു. ഇതെന്തായിരിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇത് വിനോദ് സാറിൻ്റെ ഒരു ബ്രില്യൻസ്, ലിജോ ജോസ് പെല്ലിശ്ശേരി വെറുതെ അല്ല ഈ സിനിമ എടുത്തതെന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അത് ഓഡിയൻസിനും ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. അതാണ് ഇത്ര നേരം കാത്തിരുന്നതിന് ഇത്ര നാളെ കാത്തിരുന്നതിന് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടി. നമ്മളെ ഒരു കഷ്ടപ്പാടിനും ഞങ്ങളെ ഒരു ഇത്ര കാലം കാത്തിരുന്നതിൻ്റെ ഒരു കാത്തിരിപ്പിനും ഒരു കിടലായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കിട്ടിയത്. അതിപ്പം നമ്മൾ ഈ മലബാർ സൈഡ് പോലും ഇതിന് ഇത്ര സ്വീകാര്യതയും അത് ക്ലൈമാക്സിൽ ഭയങ്കര എല്ലാവരും ഇമോഷണലാകുന്ന ഒരു രീതിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആ സിനിമേൻ്റെ വിജയം തന്നെയാണ്. അതിൽ ഒരു മറ്റേ സ്ലാങ്ങിൻ്റെയോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. തന്നെ മലബാർ ഏരിയയിലും ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി അത് മുമ്പോട്ടേക്ക് നന്നായിട്ട് എല്ലാവരും കണ്ട് സെറ്റാക്കിയാൽ മതിയായിരുന്നു. ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. ശരി, താങ്ക് യു. സോ ഞാൻ പടത്തിൽ പാടിയ പാട്ട് തന്നെ പാടാം. ഏതോ കഥ പോലെ ശാന്തമോത്തിരം നാല് ചുവരുകളുടെ കൂടെ വന്ന ആൾക്കാർ എല്ലാവരും ചെറിയതും കൂടി ഉണ്ട്, ഒരു ഡാൻസ് ഉണ്ട്. ഓക്കെ. സോ ഞാനിപ്പോൾ ഉള്ളത് എന്നെപ്പോലെ തന്നെ കുറച്ച് ഡ്രീമേഴ്സിൻ്റെ കൂടെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയിട്ടുള്ള സിനിമ മൂൺവാക്ക് ഇപ്പോൾ റിലീസായി തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ എൻ്റെ അല്ലെങ്കിൽ എല്ലാവരെയും ഒരു എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരും എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടി എടുത്ത് രാവിലെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ മറ്റാരും അല്ല, ഇതിലെ മെയിൻ ആക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഋഷിയൊക്കെ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണക്റ്റ് ആവുന്നത് ഈ ഒരു മൂവിമേലാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഋഷിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിച്ചിനെ എന്ന് സിനിമ വരും ചോദിച്ചിട്ടാണ്. അപ്പോൾ ബോസ് എന്നോട് തിരിച്ചു വയ്ക്കും എന്ന് വരും എന്ന്. ഇത് തന്നെയാണ് നമ്മളടിയിൽ ആകേണ്ടതിന് കോൺവെർസേഷന്. അപ്പം ഇവരൊക്കെ ഇതിൽ അഭിനയിച്ചവരാണ്. വളരെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ച് എല്ലാവർക്കും ലൈക്ക് ഒരുപാട് ചിരിക്കാനും ലൈക്ക് എമോഷൻസ് കറക്റ്റ് വർക്കൗട്ട് ചെയ്ത് അഭിനയിച്ചൊക്കെ ആൾക്കാരാണ്. സോ അതിലുപരി എൻ്റെ ചുറ്റും ഇരിക്കുന്നത് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സും ആണ്. സോ ആരാണ് സംസാരിക്കുക സിനിമനെ കുറിച്ച്? രണ്ടു നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഞങ്ങൾ കുറേ കാലത്തെ ഹാർഡ് വർക്കും എല്ലാം കൂടി ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. അപ്പം വിനോദ് സാറാണ് ഞങ്ങളൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് ഞങ്ങളൊക്കെ അങ്ങനെ ഗ്രൂം ചെയ്ത് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എല്ലാവരും ഒരു സെറ്റാക്കിയിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ളൊരു കഥയാണല്ലോ. അപ്പം മലബാറുകാർക്കും ആ പടം കണക്റ്റായി അവസാനം എല്ലാവർക്കും ഒരു ഇമോഷണൽ ഫീൽ കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ വിജയം പോലെ, അതെ, ഒരു സന്തോഷം. അപ്പം അതാണ് ഞങ്ങൾ പറയാനുള്ളത്. മാക്സിമം വിജയിപ്പിക്കുക, എല്ലാവരെയും അറിയിക്കുക അങ്ങനെ ഒരു പടം ഉണ്ടെന്ന്. എന്നാലേ നമുക്ക് ആളുകൾ കയറുള്ളൂ. പുതുമുഖങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കുറവാവാം വരുന്നത്. അപ്പം അത് എല്ലാവരും മാക്സിമം നമ്മളെ മലബാറുകാർ സപ്പോർട്ട് ചെയ്ത് അടിപൊളിയാക്കി സിനിമ വിജയിപ്പിക്കുക, അത്രേ പറയാനുള്ളൂ. അത് തന്നെ എനിക്കും ഇതാ പറയാനുള്ളത്. നമ്മളെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ ഇരുന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഈ പടത്തിന് വേണ്ടി അത്രയ്ക്ക് നമ്മൾ
ഒരാളല്ലേ, നമ്മളെല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. ഇപ്പോൾ ഡാൻസിനാണെങ്കിലും ആക്ടിങ്ങിനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിലേക്ക് തന്നെ കയറിയത്. നമ്മളിങ്ങനെ എന്താ പറയേണ്ടത്, നമ്മൾ ഇത് ഇറങ്ങുന്നത് വരെ നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ തലേ ദിവസം നമ്മളെല്ലാവരും ഇരിക്കും പറയണം നാളെ ഇറങ്ങാൻ പോവാണ്. അതാണ് നമുക്കത് അങ്ങനെയായിരുന്നു. നമുക്ക് അത്രയും സന്തോഷമുണ്ട്. നമ്മളിപ്പം എറണാകുളത്തുനിന്ന് ഇപ്പോൾ ഇവിടെ വന്നത് തന്നെ ഇവിടെ ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. ബിക്കോസ് പ്രേക്ഷകരാണ് എല്ലാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പം ഹനാൻ പറഞ്ഞ പോലെ ഹനാൻ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ ഹനാൻ്റെ അടുത്തും പറയുമോ ഞാനും ഇതിന് തന്നെയാണ് ഹനാൻ വെയിറ്റ് ചെയ്തിരിക്കണം, ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഇപ്പോൾ അവസാനം ഇത് ഇറങ്ങിയും കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും പറഞ്ഞാൽ മാത്രമേ ഇത് ആൾക്കാർ കാണത്തുള്ളൂ, ഇതറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ട് വരണം, എന്നാലേ നമുക്ക് അടുത്ത പടമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അതാണ് നമ്മൾ അപ്പോൾ അതാണ്. അപ്പം എല്ലാവരുടെ അടുത്തും നന്ദി. എല്ലാവരും വന്ന് കാണുക, സിനിമ കാണുക, അഭിപ്രായം പറയുക, അതാണ് പറയണം. ഇത് മലപ്പുറംകാർക്കും കണക്റ്റായി എന്ന് പറയുന്ന പോലെ അല്ല, ഇത് ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിലുള്ള ട്രിവാൻഡ്രം പടം മാത്രമല്ല, ഇത് ഓൾ കേരളത്തിൽ എല്ലായിടത്തും ഡാൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കലാകാരന്മാരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ ട്രിവാൻഡ്രത്താണ് നടന്നതെങ്കിലും എറണാകുളത്തുള്ള ഡാൻസേഴ്സിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അവിടുത്തെ ഓരോ ഡാൻസേഴ്സ് ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ഇമോഷൻസ്, ഇത് ലാംഗ്വേജിന് അല്ലെങ്കിൽ സ്ലാങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയല്ല, ഇതിൽ സോൾ ആണുള്ളത്. ആ ഒരു കഷ്ടപ്പാട് അനുഭവിച്ച് വന്ന ഒരു ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. ആ ഡാൻസ് ചെയ്ത ആൾക്കാർ എത്രമാത്രം അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പല ആൾക്കാരും അത്രയും പേരെടുത്ത് നിന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങൾ കാരണം മരിച്ചുപോയവരുണ്ട്, വേറെ ജോലികൾ ചെയ്ത് ഡാൻസൊക്കെ നിർത്തി പോവേണ്ടി വന്നവരുണ്ട്. അങ്ങനെ അത് കാണുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് അറിയാണ്ട് കരഞ്ഞു പോകണം. അപ്പം ഞങ്ങളും കണ്ടറിഞ്ഞ കുറേ ഡാൻസേഴ്സിനെ നമുക്ക് നമ്മളായിട്ട് ചെയ്യാൻ പറ്റി, നമുക്കത് അഭിനയിച്ച് കാണിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സംഭവമാണ്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ആദ്യമേ ഞങ്ങൾക്ക് ഇറങ്ങിയ ഒരു പാട്ട്, അത് ഹനാനാണ് പാടിയെന്നും കൂടി കേട്ടപ്പോൾ സംഭവം ഹനാൻ്റെ ഒരു വോയിസിൽ കൂടി സംഭവം പുറത്ത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയായി. സോ എത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമ, അത് ആൾക്കാരിൽ എത്തിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് കാര്യം ഇത്രയും നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മളെ പ്രൊഡക്ഷൻ ടീം ഇങ്ങനെ പറഞ്ഞു വിടുകയില്ല, ഞങ്ങളാരും ഇതിനുവേണ്ടി വരത്തുമില്ല. അപ്പോൾ അത്രയും നല്ല സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി ഇത് കാണുക. നാളെ ഇത് OTT വരുമ്പോൾ അയ്യോ നല്ല പടമായിരുന്നു എന്ന് എല്ലാ നല്ല പടങ്ങളെയും പറയുന്നത് പോലെ നമ്മുടെ സിനിമ പറയേണ്ട അവസ്ഥ വരരുത്. ഇത് അത്രയും നല്ല സിനിമയാണ്, എല്ലാവരും പറയുന്ന പോലെ പോയി കാണുക, തിയേറ്റേഴ്സിൽ പോയി കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവരും ഇതിൽ ചിലർ ആണ് ഫുൾ ട്രെയിൻ ഡാൻസേഴ്സ്. നമ്മളിൽ കുറച്ച് ആൾക്കാർ ഡാൻസ് ഒന്നും പഠിക്കാതെ ഉള്ള ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശ്രീജിത്ത് മാഷാണ് നമുക്ക് ഇത്രയും ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മളൊക്കെ ഡാൻസ് പഠിപ്പിച്ചെടുത്തത്. ശ്രീജിത്ത് മാഷാണ്, പുള്ളിക്കാരൻ്റെ ഒരുപാട് എഫേർട്ട് ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കാണാനും പറ്റുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഹനാൻ ഷാ റോക്സ്, മൂൺ വാക്ക് റോക്സ്. പിന്നെ സിനിമയുടെ ഒരു എല്ലാത്തിൻ്റെ ഒരു രോഞ്ചാമൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മിസ്സാക്കല്, റിഗ്രറ്റ് ചെയ്യും നിങ്ങൾ. സോ വൺസ് അഗൈൻ ഇവരോട് എല്ലാവരോടും എൻ്റെ ബിഗ് താങ്ക്സ്. കാരണം അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇന്ന് ഞാൻ ക്ഷണിച്ച ആൾക്കാരാണ് കുറേ ആൾക്കാർ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ എത്തി നമ്മളെ കൂടെ സിനിമ എൻജോയ് ചെയ്ത് നമുക്ക് വേണ്ടി ഇത്ര നേരം സംസാരിച്ചൊക്കെ തന്നത്. സോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതിൽ ഹാർഡ് വർക്ക് ചെയ്ത എല്ലാവർക്കും, ഓരോരുത്തർക്കും, നടന്മാർക്കും, ഇതിന് ബാക്കിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ഇതുപോലുള്ള നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, ഇനിയും ഇതുപോലത്തെ നല്ല അവസരങ്ങൾ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സോ വ്ളോഗിൽ സംസാരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. എൻ്റെ ഓഡിയൻസിനോട് എല്ലാവരോടും അതിൻ്റെ കുറച്ച് സോ എൻ്റെത് പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പടത്തിനെ കുറിച്ച് ഇതിലുടനീളം പടമാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് നമ്മൾ ചെക്കന്മാർക്ക് എല്ലാവർക്കും പേഴ്സണലി വർക്കായ പടമാണ് മൂൺ വാക്ക്. നമ്മൾ ഒരുപാട് ചിരിച്ചു. മറ്റേ മൂപ്പല്ല മാങ്ങ തിന്നണ മൂപ്പര് സീനൊക്കെ നമുക്ക് സെറ്റായിട്ട് വർക്കായി. അപ്പോൾ അവസാനം വരെ നമ്മൾ കണ്ടിരുന്നൊരു, അതായത് ഇങ്ങനെ ലൈക്ക് നമ്മളെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയ ഒരു സിനിമയായിരുന്നു. പിന്നെ പാട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഓരോന്ന് എല്ലാം ലൈക്ക് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഓരോ ഫ്രെയിമും ആ ബീച്ചിൻ്റെ ഫ്രെയിം സംഭവങ്ങൾ, ഓരോ ഫ്രെയിം ഗ്രേഡിങ് എല്ലാം അടിപൊളിയാണ്. അത് നമുക്കറിയാത്ത മേഖലയാണ്. അപ്പോൾ പറഞ്ഞു അതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തത്, സൂപ്പറായിട്ടാണ് ചെയ്തത്. സോ എല്ലാ ആസ്പെക്ട്സിലും നല്ലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഓഡിയൻസ് എല്ലാവരും പോയി കാണുക. സോ ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും നമ്മളെ എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലെ മെമ്പേഴ്സാണ്. അപ്പോൾ എല്ലാവരോടും എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരോടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു ഹായ്. സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഹായ് പറഞ്ഞത്. ഹായ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.